ഓക്കെ എന്നാ നീ അമ്മയും കളിക്കും ആ വില്ലിയും കളിച്ചോ വില്ലി അതിൽ കളിച്ചോ. പിന്നെ മൊയിലിന്റെ വണ്ടിയിൽ ഹോക്കിയർ ഞാനും ലെഗസിയും മൊയ്തീനും ഒരു വണ്ടിയിൽ. ഇപ്പൊ സെറ്റ് അല്ലേ? 3-3-3-1. സോണ മാറിയോ? എടാ വെയിറ്റ് നമുക്ക് സോണ് പിടിച്ച് കളിക്കാം. നമുക്കുണ്ട്. ഇതില് ഫൈറ്റ് വരാൻ ചാൻസ് ഉള്ളത് 3045 ബിൽഡിംഗ് പിടിച്ചാലോ? 3045 ഇങ്ങോട്ടാ. അവര് മലയുടെ മേലിലോട്ടാന്ന് തോന്നുന്നു, അതോ അപ്പുറത്തെ സൈഡാണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എന്തായാലും മല കയറുക. എടാ ഈ മലയിൽ കയറി വരുക, നമ്മുടെ സൈഡിൽ കയറുക, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ. എടാ പിടിച്ചോടാ ഇവന്മാരെ കിട്ടും. ഞാനും ലെഗസി ടയർ പൊട്ടിച്ചു തരാം. ഇറങ്ങല്ലേ. അയ്യോ ഞാൻ ഇറങ്ങി. പൊട്ടിച്ചോ ലെഗസി, പൊട്ടിച്ചോ ടയർ പൊട്ടിക്ക് ടയർ. എടാ ലെഗസി നോക്കി ചാവും നീ ചാവും. കേറ് വണ്ടി. ആ ടയർ പൊട്ടിയ വണ്ടി നോക്കിയോ ലെഗസി? ടയർ പൊട്ടിച്ച വണ്ടിയിൽ 4 പേരുണ്ട്, അതിനെ നോക്കിയോ. എടാ അത് ഏതാ വണ്ടിയാണ്? അവന്മാരെ വിടല്ലേ, ആ കില്ല് എന്തായാലും വേണം. പോയിന്റ് ആ പോകുന്നതല്ലേ? റെഡ് വണ്ടി നമ്മളല്ലേ? ഓക്കെ മഞ്ഞ വണ്ടി. ആടാ മഞ്ഞ വണ്ടി ടാർഗറ്റ് ചെയ്തോ. അതാ ഇവിടെ ഉണ്ട് മഞ്ഞ വണ്ടി നോക്കി. വേറെ ആരും നോക്കണ്ട. മഞ്ഞ ബാക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഫോക്കസ് ചെയ്തോ. മഞ്ഞ വണ്ടി ഫോക്കസ് ചെയ്തോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ബാക്ക് സ്റ്റാപ്പ് ഉണ്ടായി. അവരവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇല്ല, ഇറങ്ങിയിട്ടില്ല. പോവുക. വെയിറ്റ് ചെയ്യടാ, നമുക്ക് നല്ലൊരു പൊസിഷൻ. ഓക്കെ എടാ ഇവിടെ ഇറങ്ങിയോ. അല്ല ഡൗൺ ആയി. അയ്യോ ഇറക്കി. മലര് നോക്കിയിടാറില്ല. ഓക്കെ ആ ഒരു ഫൈറ്റിലോട് കൂടി പക്ഷെ അവർക്ക് കില്ലെടുക്കാൻ സാധിച്ചോ നമുക്ക് അറിയില്ല. ക്വാർട്ടർ അതേപോലെ ഹോക്കി സുമതി അമ്മായി മാക്സ് ആണ് ഡൗൺ ആക്കിയിരിക്കുകയാണ്. ട്രിപ്പിൾ എക്സ് വേഴ്സസ് KVA മാത്രമേ ക്വാളിഫൈ ആകത്തുള്ളൂ. ഇതിൽ നിന്ന് അതിലോട്ട് KVA ക്വാളിഫൈ ആവുമെന്ന് അറിയില്ല. ഇത്രയും കാഷ്വാലിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ അടുത്ത് പറയണമെന്നുണ്ട്. ഇനി സർവൈവ് മതി. ഇനി സർവൈവ് ചെയ്ത് കളിച്ചാൽ മതി. ഇപ്പൊ അത്യാവശ്യത്തിന് കിൽ പോയിന്റ് ഉണ്ട്. ഇനി സർവൈവ് പോയിന്റ് മതി. അത് പെട്ടെന്ന് അങ്ങ് വീണ്. അവർക്ക് റൈറ്റ് ആംഗിൾ വരുന്നല്ലേ? അല്ലടാ വർക്കിച്ച നമ്മളെ ഫ്രണ്ടിൽ പോയി വണ്ടി നമ്മുടെ ബാക്കിൽ കറങ്ങണ കണ്ടിട്ട് നമ്മുടെ വണ്ടി ആരും കണ്ടില്ലേ? അത് അവര് കറങ്ങണത് ഇതിന് ചാടി കയറാനും പറ്റിയില്ല. ലെഗസിയാണെങ്കിൽ അത് കുഴപ്പമില്ല. എടാ ഇവര് നോക്കി കളിച്ചാൽ മതിയായിരുന്നു, മറ്റേ പോയിന്റിന് വേണ്ടിട്ട് സർവൈവ് ചെയ്ത്. അമ്മായി ലൈവാ. എനിക്ക് അപ്പോഴേ തോന്നി അവർ റൈറ്റ് കറങ്ങുമെന്ന്. ലേറ്റ് ആയത്. ഞാൻ തിരിഞ്ഞു നോക്കിയടാ, പിന്നെ അപ്പോഴേക്കും ഞാൻ ഡൗൺ ആയി. അൾട്രോണ് നിന്റെ അടുത്തിട്ട് വർക്കിച്ച കൊല്ലത്ത് എന്റെ വാസ്കോ ക്വാർട്ടർ ബാക്കിൽ നിന്ന് അത്യാവശ്യം കളിയല്ലേ എന്തമ്മാ ഇവിടെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇതില് പിന്നെ ശ്രദ്ധിച്ചാൽ മതി, അവന്മാരെ ഒരുമിച്ചാ ഇറങ്ങി വന്നേ എല്ലാരും കൂടെ. അമ്മായി കളിച്ചു ക്വാർട്ടർ കളിച്ചു അവിടെ. അവരിപ്പോഴാ പറഞ്ഞേ. നൈസ്. അമ്മായി എങ്ങ അറിഞ്ഞല്ലേ കേറി? അമ്മായി കളിക്കുന്നില്ലെന്ന് പറഞ്ഞേ ഇന്ന്. എന്നിട്ട് ഇന്ന് YDS ചേസ് ചെയ്താണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഫൈറ്റ് കാണാൻ പറ്റും. പക്ഷെ YDS ചെന്ന് കയറാൻ പോകുന്നത് PRX എടുക്കലായിട്ടാണ്. സോ നല്ലൊരു ഫൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. YDS ചേസ് ചെയ്ത് വരുന്നു. YDS അവിടെ പോയി. YDS ഇല്ല. പക്ഷേ
വൈഡിയസിനെ ചേസ് ചെയ്ത് വന്ന TPA കാർ വന്ന് കയറിയത് PRX-ന്റെ നടുവിലോട്ടാണ്. TPA-യുടെ 2 വണ്ടിയാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള വണ്ടികൾ ബാക്കിൽ വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു, താഴെയാണെന്ന് തോന്നുന്നു. ഓക്കെ, TPA-യുടെ വണ്ടി വരുന്നുള്ളൂ. ഇവിടെ ഫയറിംഗ് ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. PRX ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. TPA-ക്കാർ ഓക്കെ വണ്ടി എടുത്തിട്ട് താഴോട്ട് തന്നെ പോയിട്ടുണ്ട്. ആ ഒരു ഏരിയ PRX എത്ര പേരുണ്ട്? നീ ഫസ്റ്റ് കുത്തുണ്ടായിരുന്നു. അത് കാരണം അമ്മ ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ളവർ കുത്തിയില്ലായിരുന്നു ആ സമയത്ത്. അവിടെ 2 ടീമിനെ ഇട്ട് കൊടുത്തിട്ട് വൈഡിയ സേഫ് ആയി ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ട്രിപ്ലക്സ് ഓൾ ഡൗൺ ആയി ഗൈസ്, ട്രിപ്ലക്സ് ഓൾ ഡൗൺ ആയിട്ടുണ്ട്. സോ ട്രിപ്ലക്സ് അതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 ഗ്യാങ്ങുകളുണ്ട്. അവര് ബോട്ടം ടേബിളിൽ നമ്മളെടുത്ത 3 പേര് ത്രിപ്ലക്സ് അല്ലേ? അല്ലെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച ത്രിപ്ലക്സ് ആദ്യത്തെ. അല്ല, ഒരുത്തൻ ട്രിപ്ലക്സ്, ബാക്കി ആ 2 പേര് TDS. നമ്മളപ്പോ എത്ര ത്രിപ്ലക്സിൽ എത്ര പേരെ കൊണ്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഇറങ്ങി. ഇടാ 4 പേര് 6 പേര് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, വണ്ടി താഴെ തട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 2 പേരെ കൊന്നു, പിന്നെ ത്രിപ്ലക്സ് ഗ്യാങ് വൈപ്പാക്കി. അപ്പൊ തന്നെ എന്തായാലും ഒരു 10 പോയിന്റ് കൂട്ടിക്കോ. ഇവരിനി ചെത്താ മതി, കാരണം നമുക്ക് ഇനി ഇച്ചിരി പോയിന്റ് കൂടി കിട്ടിയാൽ മതി. മറ്റേ പൊസിഷൻ പോയിന്റ് കിട്ടിയാലേ സെറ്റാ. മാച്ച് അല്ല 4v3 ആയിട്ട് മാച്ച്. ടീപ്പയുടെ ആൾക്കാർ താഴെ ഓടി വരുന്നേ ഉള്ളൂ. TPA ജോൺസൺ ഔട്ട് ആയിട്ടുണ്ട്. PRX ടൈറന്റ് വേഴ്സസ് TPA ഡാനി പൊതുവാളിലെ PRX എടുത്തിട്ടുണ്ട്. T47 കിൽ എടുത്തിട്ടുണ്ട്. T47 ഓക്കെ. PRX ടൈറന്റ് വേഴ്സസ് വർമ്മ ജോഡാണ്. PRX ആൾമോസ്റ്റ് തീർന്നു. അല്ല, PRX ഉണ്ട്. TP ഇപ്പൊ തീരുന്നു. വെറും ജൂഡൻ ഡൗൺ. TPA-യുടെ നല്ലൊരു കാഷ്വാലിറ്റി ഡൗൺ ആയി. TP ഡൗൺ ആയി. പക്ഷേ TPA-യുടെ PRX പക്ഷേ നല്ല കാഷ്വാലിറ്റി ഉണ്ട്. 4 പേരുണ്ട്. ഡ്രൈവറാണെന്ന് മാത്രം പറയരുത്. അല്ല, ഡ്രൈവർ അല്ല. അല്ല, TP ഇപ്പൊ ആരും എടുത്തിട്ടില്ല അല്ലേ PRX-ന്റെ അവിടെ വെച്ചിട്ട് ആ ഫൈറ്റ് പൊട്ടിയോ? ഓ, സുമതി ഉണ്ട്. സുമതി സ്റ്റിൽ അലൈവ്. ഓൾറെഡി ഇതേപോലെ ഒരു മാച്ച് കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു IGL-ആണ് നമ്മുടെ സുമതിയുടെ ടീം. അവർ റെഡിയാണ്. അതേപോലെ ക്വാർട്ടർ ആൻഡ് ഹോക്കി ഇപ്പുറത്തുണ്ട്. ഏതാ മച്ചമ്പിയും മാപ്പിളയും ഒരുമിച്ച് ഈ വണ്ടിയിൽ ഇരിപ്പുണ്ട്. എല്ലാവരും അടുത്തൊരു സോൺ ഷിഫ്റ്റ് സേഫ് ആയിട്ട് കളിക്കണം ഗൈസ്. കാരണം പൊസിഷൻ പോയിന്റ്സും ഈ മാച്ചിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PRX-ന്റെ ആൾക്കാർ ഇതേപോലെ ഇവിടെ ഉണ്ട്. ഇവർ എന്താ കൂടെ നോക്കട്ടെ. ഇവരും മലമേലിൽ തന്നെ ഒരു മാറ്റവും ഇല്ല. മൊയിൽ ഓക്കെ, ഇവിടെ ഇപ്പൊ ഒരു അടി പൊട്ടി. T47 കളിക്കുന്നുണ്ട് കേട്ടോ. അവര് അഗ്രസീവ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഒരു കില്ല് എടുത്തിട്ടുണ്ടെന്ന് കുഴപ്പമില്ലടാ. നമ്മള് നല്ലൊരു ടീമിന്റെ കൂടെ ഫൈറ്റ് എടുത്തു. നീ നോക്ക് ലെസ് എത്താൻ നോക്ക് എങ്ങനെയാണ്. ബോയലിന്റെ അഗ്രഹ കാണിച്ചതായിട്ട് ഞാൻ ആദ്യം കിക്കാക്കിയ പ്ലെയറിനാണ് ഇപ്പൊ വലിച്ചിട്ട് കൊടുത്തതെന്നൊരു ഡൗട്ട് ഉണ്ട്. ഓ, YDS പ്രഷർ കൊടുത്ത്, പക്ഷെ YDS ഇപ്പൊ അയാളാണ് വലിച്ചിട്ട് കൊടുത്തതെന്നൊരു ഫൈറ്റ് എടുക്കുന്നില്ല. TVSന്റെ എന്തായാലും എല്ലാരും ലൈവ് ആയിട്ടുണ്ട്. 10 പ്ലേയേഴ്സ് ഉണ്ട്. ഇവന്മാരൊന്ന് ഫൈറ്റ് ചെയ്ത് തീർന്നിരുന്നെങ്കിൽ. അതേപോലെ YDS-ന്റെ 3 പ്ലേയേഴ്സ് തിരിച്ചൊരു ഫയറിംഗ് വരുന്നുണ്ട്. വണ്ടി വെച്ചപ്പെട്ടു. ജസ്റ്റ് മിസ്. പുഷിടാ ഇവര് പോകുന്നത് നമ്മുടെ ടീമിലോട്ടാണെന്ന് തോന്നുന്നുണ്ട്. ചെന്ന് കയറി കൊടുക്കും. 3 പോയിന്റ് കിട്ടുകൊണ്ട് നല്ലത്. അവന്മാര് പറയുന്നത് കേൾക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പെക്ടായിട്ട് ഓ, ടീമടിച്ചവന്റെ അണ്ടാക്കിലോട്ട് മറ്റാരെ പാവപ്പെട്ടവന്മാരാ വെറുതെ വിടണമെന്ന് പറഞ്ഞു. കേൾക്കുമെന്ന് തോന്നില്ല. സൈലൻസ് പേരിനെ ചതിച്ചു. വണ്ടി എടുത്തോണ്ട് പോയി. ഗോറോട്ടിലോട്ടാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഫുട്ബോൾ കളിക്കുന്ന അപ്പൊ ഇതുകൊണ്ട് അവർക്ക് മനസ്സിലായി.
മലര് ഓക്കെ ആ വണ്ടി കല്ലും മഴ അവര് അലേർട്ട് ആയി നോക്കട്ടെ. മേളിൽ നല്ലൊരു ഓടിച്ചിട്ട് അവര് രക്ഷപ്പെടുക രക്ഷപ്പെട്ടോണ്ടിരിക്കുക നോക്കട്ടെ. ഇവര് കണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ വൈഡീസിന്റെ ആൾക്കാർ ഈ ഒരു ഏരിയയിൽ അവർ വണ്ടി ഇപ്പോഴും ഓടിച്ചോണ്ടിരിക്കുകയാണ്. G47 മാക്സിമം ട്രൈ ചെയ്തിട്ട് പക്ഷെ KV ഈ ഒരു ഏരിയയിൽ തന്നെ ഫൈറ്റ് കാണാൻ സാധിക്കുമോ? ഈ ഒരു ഫൈറ്റ് സൗണ്ട് ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. യെസ് ഫൈറ്റ് സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. വണ്ടി ഓടി ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ KVയുടെ പ്ലേയേഴ്സ് അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വന്ന് ഫിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. ഓക്കെ T47 ഒരാൾ ഇവിടെ ബാക്ക് നടക്കുന്നുണ്ട്. ഇവിടെ KV ഇപ്പൊ വൈപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. T47 എല്ലാ പ്ലേയേഴ്സും ഓടി ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഹോക്കി ഇവിടുത്തെ ഫയർ ചെയ്യുന്നുണ്ട്. സുമതി അമ്മ ഇവിടുത്തെ ഫയർ ചെയ്യുന്നുണ്ട്. T47 ഹോക്കി ഒറ്റയ്ക്ക് ഓപ്പണിലാണ് ഇവിടെ കളിക്കുന്നത്. വളരെ മണ്ടത്തരമായിട്ടുള്ള മാക്സിനെ വിട്ടുകൊടുക്കേണ്ടി വന്നിരിക്കുന്നു. മാക്സ് ഡൗൺ ആവുമ്പോ ഡൗൺ ആയി. മാക്സ് ഡൗൺ ആയിരിക്കുകയാണ്. നീ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ വക്കീലായിട്ട് പെട്ടുപോയി. അമ്മായി ഇറങ്ങി. നല്ലൊരു ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. എന്താവും നമുക്ക് കണ്ടിരിക്കുന്നത്. എടാ നമ്മള് ചെന്ന് കയറിയ ബെയ്റ്റിലോട്ടാ. ഗ്രൂപ്പ് നോക്കടാ. കൊണ്ട് നിർത്തി കൊടുത്ത് അവര് നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈഡിയോസിന്റെ ആൾക്കാർ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഗ്രൂപ്പ് നോക്കിയാൽ മതി. അമ്മായി കണ്ടിട്ടില്ല. അമ്മായി ഓക്കെ T47 ഇവിടുന്ന് മൂവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. T47 എല്ലാ വണ്ടി എടുക്കുന്നുണ്ടല്ലോ. ഒരു വണ്ടി വിട്ടു വെക്കുന്നില്ല. എല്ലാം അവരെടുത്തോണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. T47 നേരെ കോട്ടൺ എടുക്കാനായിട്ടാണ്. T47 ഒരാൾ ഓടി എത്തി. PRX താഴെ പോകുന്നുണ്ട്. PRX 2 വണ്ടി താഴോട്ട് പോയി. വിസിബിലിറ്റിയിൽ ഇല്ല. ഡൗൺ ആയിട്ടില്ല. T47 ഈ ഒരു വലിയൊരു മല ഇത് തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയൊരു ഹൈറ്റ് എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി പൊളിച്ചിട്ടുണ്ട്. അത് സർവൈവൽ ഇൻസ്റ്റിങ് കിക്ക് ചെയ്തിട്ടുണ്ട്. ആർക്ക് കളിക്കുന്നതിന്റെ ഗുണമാണെന്ന് തോന്നുന്നു. സർവൈവൽ ഇൻസ്റ്റിങ് പണ്ട് ആർക്കിൽ ഡിനോസർ പിടിക്കാൻ കാണാത്ത ഇറങ്ങി ഓടും. അങ്ങനെ ആർക്ക് കളിക്കുന്നതിന്റെ വലിയൊരു കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡിയോസ് ജീവിക്കാൻ വണ്ടിയുമായി വീണ്ടും എടുത്തോണ്ട് പോയി. പാവം PRX കാരാണ് ഇവിടെ വന്ന് ഈ തവണ ഇരയായിരിക്കുന്നത്. PRXന്റെ പുറകെ എടാ ആലോചിച്ച് നോക്കാം. അമ്മായിയും കോട്ടറും കൂടെ ഇന്ന് ക്ലച്ച് അടിച്ചാ. ക്ലച്ച് അടിക്കട്ടെ അവര്. ഈ സംഭവിച്ചിട്ടില്ല. എടാ ഇത് ക്ലച്ച് അടിച്ചാലേ അതൊക്കെ കൊടുക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്. അത്രേ ഉള്ളു കോട്ടറേ. നീ പൊക്കോ അത് വഴി പല്ലിട്ട് വഴി. ഇത് യവന്മാര് എന്താ കാണിക്കുന്നത്? എടാ ഏതെങ്കിലും ഒരു 2 ടീം വൈപ്പായ സെറ്റ് ആയിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എവിടെ പോയി കഴിഞ്ഞാൽ അടിയും കിട്ടും ഇതും കിട്ടും. വ്യക്തികളുടെ മുന്നിൽ കൂടാണ് ഈ വെടിയെല്ലാം വണ്ടിയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോട്ടറൊക്കെ പോയി സോണോട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ കണ്ടില്ലല്ലോ. PRX ഇവിടെ ഉണ്ട്. ഇപ്പോഴും വൈഡിയസിനെ ഞാൻ പറയട്ടെ, നന്നായിട്ട് അഗ്രസീവ് ആയിട്ട് കളിക്കുന്നത് T47 ആണ്. പിന്നെ PRX കളിക്കുന്നുണ്ട്. ഇവർ പൊസിഷന് വിഷയല്ലേ. മറ്റേ വണ്ടി എടുത്തോണ്ട് പോയി മറ്റേ റണ്ണാക്കി കേട്ടിട്ട് അവിടെ രക്ഷപ്പെട്ടുകളെ. അങ്ങനെ ചത്തതാണ് നമ്മള്. അഗ്രഷൻ കൊണ്ട് ബെയ്റ്റിന് വീണ് പോയി. സത്യം ഫൈറ്റ് വരുന്നില്ല അവിടെ. എന്തായാലും നോക്കട്ടെ. പാവമായി 5 വണ്ടി പോത് ഒരു വണ്ടിയെ തുറത്തത്. എടാ നാറി നിനക്ക് ഇതേ ചോദിക്കാം.
കളിച്ചോണ്ടിരിക്കുക. ഓ വണ്ടി ലോക്കായി ബാക്കി ടീം വൈപ്പ് ആവുന്നില്ലടാ, അതാ പ്രശ്നം. ഈ YDS വൈപ്പ് ആവാനുണ്ട്, അതുപോലെ TBS PRX ഇവരൊന്നും വൈപ്പ് ആവുന്നില്ല. പക്ഷേ കാര്യമില്ല, ഈ തവണ നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. സോ ഈ തവണ നിങ്ങൾ പിടിക്കപ്പെടും. കാരണം പക്ഷെ ഒറ്റ വണ്ടി ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അതാണ് ഒരു അഡ്വാൻറ്റേജ്. വണ്ടി അവരെ വണ്ടി അടുത്ത പ്രാവശ്യം കളിക്കുമ്പോഴേ ഇച്ചിരി സർവൈവ് ചെയ്ത് കളിക്കണം. ഈ അഗ്രഷൻ എടുത്ത് കളയണം. എവിടെ ആണെങ്കിലും ഒന്ന് നോക്കി കേട്ടോ. ആക്ച്വലി YDS ഇറങ്ങി അവർ ഫൈറ്റ് എടുക്കുമായിരുന്നു. ഇറങ്ങിയതും ഡൗൺ ആയിട്ടുണ്ട്. സ്റ്റോർക്ക് സെറ്റ് ആയിട്ടുണ്ട്. നൈസ്. അങ്ങനെ നമ്മുടെ YDSന്റെ പിള്ളേർ വിരിയാതനായിരിക്കുകയാണ് ഗൈസ്. നല്ല ലീഡിലായിരിക്കും. ഇവന്മാരിപ്പോ നല്ല ഫോമിൽ ഇങ്ങനെ അല്ല PRX ഇനി ആളില്ലേ, പ്ലേയേഴ്സ് ഇല്ലേ? അത് ലാസ്റ്റ്. പക്ഷെ അവര് ബാക്കപ്പ് കൊടുക്കുന്നില്ലല്ലേ, കാരണം അവനങ്ങ് വിട്ടു. പിന്നെ TBS vs T47 നടക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ആരൊക്കെയാ PRX തീർന്നു. നന്നായിട്ട് കളിക്കുന്നുണ്ട് അവര്. എല്ലാരും അമ്മായി ഡൗൺ ആവുന്നതിന് മുന്നേ അവരെന്തായാലും ഒരാളെ എടുക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അത് വലിയൊരു മണ്ടത്തരമായി പോയി. രണ്ട് പ്ലേയേഴ്സ് മാത്രമായിട്ട് ഇവിടെ വന്ന് പെട്ടുപോയത്. കൊച്ചുമോൻ അതിന്റെ ഇടയ്ക്കൂടെ ഓടുന്നുണ്ട്. സ്പോട്ട് ആയിട്ടുള്ള കാരണം TBSന്റെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും മേളിലാണ്. TBSന്റെ എല്ലാവരും മേളിലുണ്ട്. 4 പ്ലേയേഴ്സ് മേളിലുണ്ട്. നമുക്ക് ഇപ്പോഴും ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ TBSൽ വേറെ ഒരുത്തനില്ല, അവനെ മിക്കവാറും ഇപ്പൊ തൂക്കും ഏതെങ്കിലും ഒരു ടീമാണ്. അതുപോലെ അമ്മായിയും ബൈഫുട്ട് കയറി ഫയർ ചെയ്തോണ്ടിരിക്കുന്നു. ഈ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് TBS ഗോഡ് സ്പീഡ് ഇവിടെ ഉണ്ട്. ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ബാക്കിൽ നിന്ന് പിക്ക് എടുക്കാൻ സാധിക്കുമോ ഗോഡ് സ്പീഡ്? അമ്മായി ഈ മലയിലോട്ടാണ് ഓടി കയറുന്നതെന്ന് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ അവിടെ ഒരു നിലവിലുണ്ടായിരുന്നു. TBSലെ ഓക്കെ T47 മേളിലെത്തി. 3 പ്ലേയേഴ്സ് ആണ് TBSലെ. ജെക്സ് ഡൗൺ, TBS കണ്ണ് ഡൗൺ, ഇല്ല ഇതുവരെ ആരും ഡൗൺ ആയിട്ടില്ല. അങ്ങനെ അവര് TBS എല്ലാരും ഡൗൺ ആയിരിക്കുകയാണ്. അല്ല എല്ലാരും ഡൗൺ ആയിട്ടില്ല. TBS സപ്പോർട്ട് കൊടുത്തില്ല. ഇവന്മാര് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. സേഫ് ആയിട്ട് കളിക്കുന്നുണ്ട്. സ്പോട്ട് ആവുമ്പോ ഇല്ലേ നമുക്കറിയത്തില്ല. ഒരാളെ കണ്ടു, ഒരാളിറങ്ങി ഫയർ ചെയ്തു. അവര് ഫയർ ചെയ്തു. കാട്ടിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ടാ ഫയർ ചെയ്യുന്നത്. ഇവന്മാര് സപ്പോർട്ട് കൊടുക്കുന്നേ 1 by 1 ആയിട്ടാ. ഇവിടുത്തെ ഒരു ഫൈറ്റ് ഉണ്ട്. ഇവിടെ എന്റെ മൗസ് ഇരിക്കുന്നത്. അവിടെ ഒരു T47 ഡൗൺ ആയി. ജെയ്സൺ ഡൗണില്ല. ജെയ്സൺ പിക്കാണ് എടുത്തത്. ജെയ്സൺ ഓക്കെ, അടുത്ത പിക്ക് ജെയ്സൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാരും വളർന്നിട്ടുണ്ട്. ജെയ്സൺ ഡൗൺ ആവും. ഇനി 3 ടീം അല്ലേ? PRX, KVA, T47. 3 പേര് പോയവരും തിരിച്ചു അറിയത്തില്ല. കണ്ടോ അങ്ങനെ നമ്മുടെ തേർഡ് പൊസിഷനിൽ ഒരു പട വരുന്നുണ്ട്. നോവലിന് ഒരു പിക്കെങ്കിലും ഒരു പിക്ക്. സോൺ ഔട്ടിൽ പിക്ക് എടുക്കാൻ എളുപ്പമല്ല. നല്ല അത്യാവശ്യം നല്ല പാടാണ് അടിക്കാൻ. ഈ കാണുന്ന അനിമേഷൻ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, നോവൽ വേഴ്സസ് അസനോസിയോ ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. അസൻസിയോ ഫൈറ്റ് എടുത്ത് തുടങ്ങി. കോട്ടറിന് എല്ലാ സൈഡിൽ നിന്നും വളർന്നിട്ടുണ്ട്. കോട്ടറിന് എല്ലാ സൈഡിൽ നിന്നും അമ്മായി കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സുമതി അപ്പോൾ T47 ആണ് ജയിച്ചത്. എന്റെ ആയില്ലേ? അവര് നന്നായിട്ട് കളിച്ചില്ല.